ഹലോ, ലൈബീസ് കിച്ചൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അവധിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാലൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു പൊതിച്ചോറ്, കുറച്ച് നാടൻ കറികളൊക്കെ ആയിട്ടൊരു പൊതിച്ചോറ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കുറേ കറികളൊക്കെ ആയിട്ട് വാഴയിലൊക്കെ പൊതിഞ്ഞ് കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വാഴയിലയൊക്കെ വാട്ടി അങ്ങനെ ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല കുത്തരിയുടെ ചോറ് വെച്ചു. പിന്നെ ഞങ്ങൾ കറികൾ എന്ന് പറയാനായിട്ട് പയറും ചുണ്ടും കൂടെ തോരൻ വെച്ചു. അപ്പം അതുണ്ടായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി വെച്ചു. പിന്നെ മീൻ വറുത്തു, കോഴിമുട്ട വറുത്തു. പിന്നെ നല്ല ചമ്മന്തി, നല്ല മുളകൊക്കെ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ ഈ കറികളൊക്കെ, ബീട്രൂട്ടിൻ്റെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ കറികളൊക്കെ വെച്ചിട്ട് പൊതിച്ചോറ് സെറ്റാക്കി. അങ്ങനെ അത് നന്നായിട്ട് പൊതിഞ്ഞ് ഒരു 2 മണിക്കൂറോളം വെച്ചതിന് ശേഷം കേട്ടോ ഞങ്ങൾ പൊതി കഴിച്ചത്. അപ്പം നല്ല ടേസ്റ്റാണ്, കാരണം ആ വാഴയിലയുടെ ടേസ്റ്റൊക്കെ ആ ചോറിലുണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും, പൊതുവെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ് കഴിക്കാനായിട്ട്. ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേരാണ് കൂടുതലും. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർ കഴിച്ചോളും. അപ്പോൾ വീട്ടിലുള്ള കറികളൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെറിയൊരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഈ കറികളൊക്കെ വെച്ച് ഞങ്ങളൊരു പൊതിച്ചോറുണ്ടാക്കി. അങ്ങനെ ഞങ്ങളത് നന്നായിട്ട് പൊതിഞ്ഞ് സെറ്റാക്കി. ഇപ്പോൾ ഇവിടെ കുറച്ച് അധികം ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള പൊതിച്ചോറ് ഞങ്ങൾ സെറ്റാക്കി വെച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളൊരു 2 മണിക്കൂറിന് ശേഷം പൊതിച്ചോറൊക്കെ അഴിച്ച് ഞങ്ങൾ കഴിച്ചു. നല്ല രുചിയായിരുന്നു കഴിക്കാനായിട്ട്. അപ്പം നിങ്ങളും ഒന്ന് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കേ.